നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ മമ്മൂക്കായെക്കുറിച്ച് തന്നെയാണ്. കാരണം അദ്ദേഹം ഒരുപാട് സിനിമകൾ അഭിനയിക്കുകയും നിർമ്മിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. മമ്മൂട്ടി കമ്പനി തുടങ്ങിയതിന് ശേഷം അദ്ദേഹം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിരിക്കുന്നു. അദ്ദേഹം അവരുടെ കമ്പനി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വേറൊരു വിഷയം പറയാനുള്ളത്, മമ്മൂട്ടി പ്രൊഡക്ഷനിൽ മറ്റൊരു നടന്മാരെ വെച്ച്, അതായത് മലയാളത്തിലെ മറ്റുള്ള നടന്മാരെ വെച്ച് അദ്ദേഹം ഒരു പടം നിർമ്മിക്കുകയാണ്. പടത്തിൻ്റെ പേര് ഇട്ടിട്ടില്ല, പേര് ഇതുവരെ കണ്ടില്ല. ഇന്നലെ ആയിരുന്നു, അതായത് 10-ാം തീയതി 10/7/2024 ഈ സിനിമയുടെ പൂജാ കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. ആ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അദ്ദേഹം പടം മറ്റൊരു അഭിനേതാക്കളെ വെച്ച് പടം നിർമ്മിക്കുകയാണ്. പടത്തിൻ്റെ പേര് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല, പുറത്ത് അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ വീഡിയോയിൽ കാണുന്നത് നമ്മുടെ സുരേഷ് ഗോപിയുടെ മകനും ലെനയും, പിന്നെ ഒന്ന് രണ്ട് അറിയുന്ന പല മുഖങ്ങളുമുണ്ട്. പിന്നെ ജോർജ് കുട്ടി, അവരൊന്നും അഭിനയിക്കുന്നുണ്ടെന്ന് അറിയില്ല. പൂജാവേളയിൽ കണ്ട ഒരു വീഡിയോയിൽ മമ്മൂക്കായും വരുന്നുണ്ട്. അതൊരു 1.5 എൻട്രിയാണ് അദ്ദേഹം വരുന്ന ആ ഒരു സീൻ. അത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുള്ളത്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബർ കുറവാണ്. അപ്പോൾ ആയതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ അമർത്തണം, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. ഞാൻ വായിക്കും, പക്ഷേ എല്ലാത്തിനും മറുപടി എഴുതാൻ എനിക്ക് ചിലപ്പോൾ സമയം കിട്ടിയില്ല എന്ന് വരും. ആയതുകൊണ്ട് ഞാൻ എല്ലാ കമൻറ്റുകളും ഞാൻ വായിക്കാറുണ്ട്. ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിൽ മറ്റേ കതിരവൻ അതിനു വേണ്ടിയിട്ടാണ് ആ വീഡിയോ ഞാൻ ചെയ്തത്. അപ്പോൾ പല ആൾക്കാരും അതിനകത്ത് കമൻ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു, ഈ സിനിമ മമ്മൂക്ക ഈ സിനിമ അഭിനയിക്കുന്നില്ല, 100 കോടി ചിലവഴിച്ച് ഈ പടം എടുക്കാൻ ആരാണ് മുന്നോട്ട് വരുന്നതും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ വേറൊരു വ്യക്തി എഴുതിയിരുന്നത്, നീ നിർത്തിക്കൊള്ളണം, മനസ്സിലായില്ലേ, ഇതോടുകൂടി നീ നിർത്തിക്കൊള്ളണം ഈ പരിപാടി. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നേയില്ല. കതിരവൻ മമ്മൂക്ക ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ഞാൻ ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. ആരെയും ദ്രോഹിക്കാനോ അല്ലെങ്കിൽ ദുഷിപ്പിക്കാനോ മറ്റൊരു തരത്തിൽ ആരെയും ഇകഴ്ത്തിക്കെട്ടി പറയാനോ ഞാൻ അതിനകത്ത് ഒരു വാക്കുപോലും ഉപയോഗിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല. ഉള്ള കാര്യം, ഞാൻ അറിഞ്ഞ കാര്യം സത്യസന്ധമായി നിങ്ങളോട് പറഞ്ഞു, എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞു. ചിലപ്പോൾ എന്നേക്കാൾ മുൻപ് ഒരുപാട് വീഡിയോകൾ യൂട്യൂബിനകത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വീഡിയോകൾ വന്നതിന് ശേഷമാണ് ഞാൻ ആ വീഡിയോയെക്കുറിച്ച് പിന്നെ നല്ലതുപോലെ മറ്റുള്ള വീഡിയോകളെല്ലാം നോക്കി അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. എനിക്ക് മുമ്പ് ഒരുപാട് ആൾക്കാർ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എന്നെ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തീർച്ചയായും നിങ്ങൾ ആ വീഡിയോയും ഒന്ന് കാണണം, ഒപ്പം എൻ്റെ വീഡിയോയും കാണണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ വേറൊരാൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഒരു കമൻറ്റ്, മമ്മൂക്ക ഈ സിനിമയെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവോ എന്തോ എന്നെനിക്കറിയില്ല എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അറിഞ്ഞിട്ടുണ്ടാവുമോ എന്തോ എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ മുമ്പൊരിക്കൽ ആ അരുൺ രാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മമ്മൂട്ടി കമ്പനിയിൽ നിന്നും അദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമ ചെയ്യാമെന്ന്. ആയതുകൊണ്ടാണ് അദ്ദേഹം പല വീഡിയോകളിലും പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു സ്ത്രീക്ക്, ആ സ്ത്രീ ആരാണെന്ന് എനിക്കറിയില്ല, അവർക്കൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിനു വേണ്ടി ഒരു വീഡിയോ ഞാൻ ചെയ്യും. എൻ്റെ പ്രേക്ഷകരത് കാണണം. കാരണം നമ്മുടെ കേരളത്തിൻ്റെ സമരവീര നായകൻ അങ്ങനെ ഒരു ബിഗ് സ്ക്രീനിൽ ഒരു സ്വരൂപമായി വരുമ്പോൾ, അത് നമ്മുടെ ഇഷ്ടപ്പെട്ട താരം മമ്മൂക്ക വരുമ്പോൾ നമുക്കത് കാണണ്ടേ. അതിനെക്കുറിച്ച് മറ്റൊരു തരത്തിൽ ഒന്നും പ്രതീക്ഷിക്കുകയും അതിനെക്കുറിച്ച് വിചാരിച്ച് ഒന്നും സംസാരിക്കുകയും ചെയ്യരുത്. നമുക്ക് അന്നുണ്ടായിരുന്ന ആ ഒരു കഥാപാത്രത്തെ, അന്ന് അദ്ദേഹം എങ്ങനെയായിരുന്നു നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ ആരും. ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളിൽ ആരും അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ. തീർച്ചയായും അങ്ങനെ ഒരു സിനിമ വരുന്നത് വളരെ നല്ലതാണ്. കാരണം നമുക്ക് മനസ്സിലാക്കിയിരിക്കാം, ഞാൻ നേരത്തെ ആ വീഡിയോയിൽ പറഞ്ഞു, പഴശ്ശിരാജയൊന്നും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, പുസ്തകങ്ങളിൽ പഠിച്ചിട്ടുള്ളവർ മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്ങനെയാണ് എന്ന് അദ്ദേഹം ആ പഴശ്ശിരാജ എന്ന സിനിമയിൽ നമ്മൾ കണ്ടു. അതുപോലെയാണ് വടക്കൻ വീരകഥയിൽ ചന്തു. നമ്മൾ ആരെങ്കിലും നേരിട്ട് കണ്ടതായിട്ട് നമുക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. അതും നമ്മൾ അങ്ങനെ ഒരു ചന്തുവിനെ കണ്ടു. ചതിയൻ ചന്തുവിനായിരുന്നു. പക്ഷേ ആ സിനിമയായപ്പോൾ അത് അദ്ദേഹത്തിനെ ചതിക്കുന്ന
വിധത്തിലേക്ക് ആ സിനിമ മാറി. എത്രയോ ഹിറ്റാണ് ആ സിനിമ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടിരിക്കണം, നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. നമ്മളും ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞും കേട്ടും ഇരിക്കണം. ജീവനോടെ ബിഗ് സ്ക്രീനിൽ ഒരു ആളിനെ നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ അത് ഒരു തെറ്റായിട്ട് എടുക്കരുത്. ഞാൻ അറിഞ്ഞ കാര്യം എൻ്റെ പ്രേക്ഷകരോട്, എൻ്റെ സുഹൃത്തുക്കളോട്, എൻ്റെ സഹോദരി സഹോദരന്മാരോട്, എൻ്റെ അമ്മയും പെങ്ങന്മാരോട് ഞാൻ എൻ്റെ ആ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾ സസന്തോഷപൂർവ്വം അത് കേൾക്കുകയും അതിനെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും വേണ്ടത്. ഇതേപോലെ ഭീഷണിപ്പെടുത്തുന്ന കമൻറ്റുകളല്ല. അതുകൊണ്ട് വേറെ ഉപയോഗമൊന്നുമില്ല. ചുമ്മാ എഴുതിയിടാം, അത്ര തന്നെ. അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. പക്ഷേ നല്ല കമൻറ്റുകളാകുമ്പോൾ വായിക്കുന്ന എനിക്കും മനസ്സിനൊരു വലിയ സന്തോഷം ഉണ്ടാവും. മറ്റതൊക്കെ വായിക്കുമ്പം ഒരു മാനസികമായിട്ടൊരു പ്രയാസവും വിഷമവും ഉണ്ടാവും. അത്രയേ ഉള്ളൂ, അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. അപ്പോൾ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയുടെ ഡയറക്ടർ ഗൗതം വാസുദേവ് മേനോൻ എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഗൗതം വാസുദേവൻ മേനോൻ ഫിലിം എന്നാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പൂജ നടന്ന ആ പൂജയുടെ വീഡിയോ നമുക്കൊന്ന് കാണണം. കാരണം 10/7/2024 പൂജ നടന്നിരിക്കുന്നത്. അതായത് ഇന്ന് 11. അപ്പോൾ ആ വീഡിയോ നമുക്ക് ഒന്ന് വീഡിയോ. അതുപോലെ കതിരവനും ഇങ്ങനെ ഒരു ചരിത്ര സംഭവമായി നമ്മുടെ മുന്നിൽ ഒരു സിനിമയായി വരട്ടെ. അതിൽ അഭിനയിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കായും ആയിക്കോട്ടെ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഒരുപാട് ആൾക്കാർ വിശ്വസിക്കാതെ ഇരുന്ന ഘട്ടങ്ങളും ഇതിനുള്ളിൽ ഉണ്ട്. അദ്ദേഹം പലതവണ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞു അതിൽ അഭിനയിക്കുന്നത് മമ്മൂക്കായാണ്. അതിനുള്ള പോസ്റ്ററുകളും അവർ ഇറക്കി കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ കമൻറ്റിൽ വേറൊരു വ്യക്തി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മാത്രമാണ്, അതായത് ഈ ഡയറക്ടറിൻ്റെ ആഗ്രഹം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന്, മമ്മൂക്ക സമ്മതിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ ഞാൻ അറിഞ്ഞിടത്തോളം ഇത് 2 പ്രവാസികൾ ആദ്യം കരുതിയത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്നു എന്നാണ്. എങ്കിൽ തന്നെയും പിന്നെ അറിയാൻ കഴിഞ്ഞത് 2 പ്രവാസികൾ ആണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. അവർ കാശ് മുടക്കാം എന്നുള്ള രീതിയിലാണ് മമ്മൂക്ക അഭിനയിക്കുന്നു എന്നാണ് പിന്നീട് വരുന്ന വാർത്തകൾ. ആയതുകൊണ്ട് അത്തരത്തിലൊരു സിനിമയും വരട്ടെ. ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും മമ്മൂക്കയുടെ ഭാഗത്തു നിന്നും നമ്മുടെ സമൂഹത്തിന് നടക്കുന്നുണ്ട്. പലരും ഇപ്പോഴൊക്കെ ചെറുതായിട്ട് അറിഞ്ഞു വരുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് അദ്ദേഹം ചെയ്യുന്ന സമൂഹത്തിന് ചെയ്യുന്ന ഉപകാരങ്ങൾ. അതിനെക്കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.